രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് അഷ്ടപതി കേൾക്കാൻ കാത്തിരിക്കുന്ന പുണ്യാത്മാക്കളെ സ്വാഗതം. അഷ്ടപതി 9ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാദ്യമായിട്ട് കേൾക്കുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അഷ്ടപതി കിട്ടും എന്ന് മാത്രവുമല്ല, രാധാറാണിയെ അറിയാതെ ഒരിക്കലും കൃഷ്ണനെ ഭജിക്കരുത്. രാധാറാണിയുടെ നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കഥകൾ ഞാൻ അടുക്കിനാക്കി 74 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. രാധയുടെ പ്രണയം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ രാധയുടെ പ്രണയത്തിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ എങ്ങനെ രാധാഭക്തനായി, അത് നിശ്ചയമായും നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഓർമ്മിക്കുക, നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 3 മണിയാകുമ്പോൾ, എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 3 മണിയാകുമ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പനും രാധാജിയും അനുഗ്രഹിക്കുകയാണെങ്കിൽ നാരായണീയത്തിൻ്റെ ക്ലാസ് 3 കഴിഞ്ഞിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധാറാണിയുടെ വീഡിയോ നമ്മൾ റിലീസാക്കുന്നതാണ്. രാധാറാണി അനുഗ്രഹിച്ചാൽ എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയാണ്. പക്ഷെ ഇനി ഉടനെ നിങ്ങൾക്ക് ഇതിനകത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമായ ശ്രീബുദ്ധൻ 2 പാർട്ടായിട്ടാണ്. ബുദ്ധൻ്റെ കഥ പ്രത്യേകം, ബുദ്ധൻ്റെ വചനങ്ങൾ, മോക്ഷം കിട്ടാനുള്ള ഏറ്റവും സിമ്പിളായ എളുപ്പമായ മാർഗമാണ് ശ്രീബുദ്ധൻ്റെ വചനങ്ങൾ. സാക്ഷാൽ കൃഷ്ണൻ്റെ വചനങ്ങളാണ്. അത് നിങ്ങൾക്ക് ഉടൻ തന്നെ രാധേ രാധേ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഷ്ടപതി തുടങ്ങുകയാണ്. ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ഞാൻ കൊല്ലത്തുള്ളതാണ്. നിങ്ങൾ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കൊട്ടാരക്കര സൈഡിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാം. പിന്നെ ദൂരെ വടകര, കാസർഗോഡ് എന്നൊക്കെ വരുന്നുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാത്തവർ യൂട്യൂബിൽ നോക്കിയാൽ മതി. 8 സ്പോക്കൺ ഇംഗ്ലീഷ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിശ്ചയമായും കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നുള്ളത് നോക്കണം. അതിനകത്ത് ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. ദാമ്പത്യ ബന്ധം വേർപെട്ട് നിൽക്കുന്ന എല്ലാവരും കാണണം.
ദാമ്പത്യ കലഹമുള്ളവർ കാണണം, അവരുടെ മക്കൾ കാണേണ്ട ഒരു കാര്യമാണ് ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു എന്ന വീഡിയോ. പിന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ എല്ലാം കിട്ടും, ഹിന്ദുക്കൾ അറിയേണ്ടവ സകലതും കിട്ടും. അപ്പം നമ്മൾ അഷ്ടപതി തുടങ്ങുകയാണ്, 9ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ നാരായണീയവും കേട്ട് അഷ്ടനാരായണീയം കേട്ടുമ്പോൾ 1000 ആരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. അഷ്ടപതി കേൾക്കുന്നതോടുകൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ സർവ്വവിധ ദുഃഖങ്ങളും മാറി മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നു. അപ്പോൾ ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടി തന്നിരിക്കുന്നത് കണ്ണൂരുള്ള സ്വപ്ന ടീച്ചറാണ്. അപ്പോൾ സ്വപ്ന ടീച്ചറാണ് ഇന്ന് ഇതിനകത്ത് അഷ്ടപതി പാടിയിരിക്കുന്നത്. വളരെ മനോഹരമായി സ്വപ്ന ടീച്ചർ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്വപ്ന ടീച്ചർ കണ്ണൂരാണ്, ഇപ്പോൾ കൊയിലാണ്ടിയോ അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, അവിടെ എന്തോ സ്വപ്ന ടീച്ചർ കോളേജിൽ ലെക്ചററാണ്. അപ്പോൾ ടീച്ചറാണ് ഇത് പാടിയിരിക്കുന്നത്. അപ്പോൾ കണ്ണൂരുള്ള സ്വപ്ന ടീച്ചർ നമ്മുടെ ഇന്നത്തെ അഷ്ടപതി പാടിയിരിക്കുന്നത് കേൾക്കുക. അതിനുശേഷം നമ്മളതിനെ ഞാൻ വിവരിച്ചു തരുന്നതായിരിക്കും. സ്തനവിനിഹിതമപി ഹാരമുദാരം സാമനുതേ കൃശ തനുരതിഭാരം രാധികാ കൃഷ്ണ തവ വിരഹേ കേശവാ കേശവാ രാധികാ കൃഷ്ണ തവ വിരഹേ കേശവാ കേശവാ. അപ്പോൾ നമ്മുടെ സ്വപ്ന ടീച്ചർ ഇത് പാടി തന്നത് എല്ലാവരും കേട്ടല്ലോ. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ നിർത്തി വായിച്ചു തരാം. സ്തന വിനിഹിതമപി ഹാരമുദാരം സാമനുതേ കൃശ തനുരതിഭാരം രാധികാ തവ വിരഹേ കേശവ. ഇനി അർത്ഥം എഴുതിക്കോ. സ്തന വിനി, സ്തനം മാറിടം, സ്തനം മാറിടം, വിനിഹിതമപി അണിഞ്ഞിരിക്കുന്ന, വിനിഹിതമപി അണിഞ്ഞിരിക്കുന്ന. ഇനി എഴുതിയേ സ്തന വിനിഹിതമപി, അർത്ഥം മാറിടങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന. അപ്പൊ ആദ്യം പിരിച്ചെഴുതണം. സ്തനം മാറിടം, വിനിഹിതം അണിഞ്ഞിരിക്കുന്ന, സ്തന വിനിഹിതമപി മാറിടങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന. മനസ്സിലായില്ലേ? ഹാരം, ഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം മാല. ഈ മാല എന്തുകൊണ്ടുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ഒരു പറ്റം പണ്ഡിതന്മാർ പറയുന്നു ഇത് മുത്തുമാലയാണെന്നും, ഒരു പറ്റം പണ്ഡിതന്മാർ പറയുന്നു താമരമാലയാണെന്നും. ഹാരം എന്ന വാക്കിന് മാല എന്നർത്ഥം. അപ്പം ഹാരമുദാരം, അടുത്ത വരി എഴുത്, ഹാരമുദാരം. അപ്പം നമുക്കിതിന് 3 അർത്ഥം പറയാം. അപ്പം ഹാരമുദാരം എന്ന് എഴുതി സമം ഇട്ടിട്ട് നിങ്ങൾ എഴുത് മാല പോലും, ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം മുത്തുമണികൾ കൊണ്ടുള്ള മാല പോലും. മൂന്നാമത്തെ അർത്ഥം താമര ഇതൾ കൊണ്ടുള്ള മാല പോലും. അങ്ങനെ 3 ആയിട്ട് നമുക്ക് അർത്ഥം പറയാം ഇതിന്. മനസ്സിലായില്ലേ? അടുത്തത് സാമനുതേ, സാമനുതേ ചിന്തിക്കുന്നു. അർത്ഥം എഴുത് സാമനുതേ സമം ചിന്തിക്കുന്നു. കൃശതനു, കൃശതനു മെലിഞ്ഞ ശരീരം, കൃശതനു മെലിഞ്ഞ ശരീരം. അടുത്ത നിങ്ങൾ നോക്കിക്കോണം, ബുക്കിൽ രതിഭാരം. ശരിക്കും പറഞ്ഞാൽ കൃശതനു അതിഭാരമാണ്. പക്ഷേ കൃശതനു അതിഭാരം എന്നത് ചേർത്തെഴുതി കഴിയുമ്പോൾ കൃശതനു രതിഭാരം എന്ന് പറയും. ഗ്രാമാറ്റിക് മനസ്സിലായില്ലേ? രാ ആഗമിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. അത് പോട്ടെ, കൃശതനു അതിഭാരമാണ്. പക്ഷെ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയേ പറയത്തുള്ളൂ? കൃശതനു രതിഭാരം. അത് നമ്മുടെ രതിയുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പോൾ അവിടെ അതിഭാരം എന്നിട്ട് ബ്രാക്കറ്റിൽ രതിഭാരം എന്ന് എഴുതിക്കും. അപ്പം മനസ്സിലാകും. സമം ഭയങ്കര ഭാരമുള്ളത്, വലിയ ഭാരമുള്ളത്. തവ വിരഹേ അങ്ങയെ കാണാത്തത് കൊണ്ട്, തവ വിരഹേ അങ്ങയെ കാണാത്തത് കൊണ്ട്. അപ്പോൾ ഒന്നും കൂടെ നോക്കേ. സ്തനവിനിഹിതമപി
രാധാജിയുടെ മാറിടത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഹാരമുദാരം ആ മാല പോലും സാമനുതേ, മനസ്സിലായില്ലേ? എങ്ങനെ, എന്താണ് സാമനുതേ? ചിന്തിക്കുന്നു. കൃഷതനു രതിഭാരം, കൃഷതനു മെലിഞ്ഞുപോയ രാധാജിക്ക് ഭയങ്കര ഭാരമുള്ളതായി തോന്നുന്നു ഈ മാല. കഴുത്തി കിടക്കണ, മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മാല. രാധികയ്ക്കാണത് ഭാരമായി തോന്നുന്നത്. തവ വിരകേ, താങ്ങയെ കാണാത്തത് കൊണ്ട് കേശവ. ഇനി ഇതിൻ്റെ അർത്ഥം ഞാൻ നല്ലതുപോലെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. തോഴി, ഇപ്പോൾ തോഴിമാരെപ്പോഴും മിടുക്കികളായിരിക്കണം. മിടുക്കികളെയാണ് തോഴിയായി തിരഞ്ഞെടുക്കുന്നത്. അപ്പം തൻ്റെ യജമാനത്തി തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും തൻ്റെ യജമാനത്തിയുടെ മനസ്സിലുള്ളത് ഊഹിച്ചു വന്ന് പറയാൻ തക്ക പ്രാപ്തിയുള്ളവരായിരിക്കണം തോഴി. ഇവിടെ രാധാജിയുടെ തോഴി അത്രയ്ക്കും മിടുക്കിയാണ്, ബഹുമിടുക്കിയാണ്. അപ്പം രാധാജിയുടെ തോഴി വന്നിട്ട് പറയുകയാണ്, അല്ലയോ കൃഷ്ണ, അങ്ങയെ കാണാത്തത് കൊണ്ട് ആ വിരഹ ദുഃഖത്താൽ രാധാറാണി വല്ലാതെ മെലിഞ്ഞുപോയി. ആ രാധാറാണിയുടെ മാറിടത്തിൽ പറ്റിച്ചേർന്നൊരു മാല കിടപ്പുണ്ട്. അത് മുത്തുമാല എന്നും പറയാം, താമരമാല എന്നും പറയാം. ആ മാലയുടെ ഭാരം രാധാജിയുടെ മാറിടത്തിന് താങ്ങാൻ വയ്യ. അത്രയ്ക്ക് രാധാജി മെലിഞ്ഞുപോയി. നിന്നെ ഓർത്തോർത്ത് അത്രയ്ക്ക് രാധാജിയുടെ ആരോഗ്യം ക്ഷയിച്ചു. ഒരു താമരമാലയ്ക്ക് എന്താ ഭാരമുള്ളതെന്ന് നമുക്കറിയാം. ആ താമരമാലയുടെ ഭാരം താങ്ങാനുള്ള കഴിവ് ഇപ്പം രാധാജിയുടെ മാറിടത്തിനില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് കൃഷ്ണ നിന്നെ ഓർത്ത് രാധാജി മെലിഞ്ഞുപോയി. ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ നീ മാത്രമാണ് കൃഷ്ണ എന്നൊരു കുറ്റപ്പെടുത്തലും കൂടെ രാധാജിയുടെ തോഴിയുടെ കയ്യിൽ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ താമരമാല പോലും രാധാജിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയ്ക്ക് മെലിഞ്ഞു. എന്നിട്ടും കൃഷ്ണ നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്റെ മനസ്സലിയുന്നില്ലേ? നീ പോയി രാധാജിയുടെ ദുഃഖം അകറ്റൂ എന്നാണ് തോഴി ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? വിരഹ ദുഃഖം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ദുഃഖം ഏതെന്ന് ചോദിച്ചാൽ വിരഹ ദുഃഖം. ആ വിരഹ ദുഃഖം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഒരാൾ മരിച്ചു പിരിയുന്നത്. മനസ്സിലല്ലേ? വിരഹ ദുഃഖം എന്ന് പറയുന്നത് ഒന്ന്, ഒരാൾ മരിച്ചു പിരിയുന്നത്. രണ്ട്, പ്രണയിക്കുന്നവർ. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിച്ചവരായാലും ശരി തന്നെ, ഭർത്താവ് നമ്മളെ വിട്ടിട്ട് ഗൾഫിൽ പോകുമ്പം അപ്പോൾ അതും ഒരു വിരഹ ദുഃഖമാണ്. പിന്നെ കാമുകന്മാർ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ കാമുകൻ ദൂരെയും കാമുകി ഇവിടെയും ഇരിക്കുന്നതും വിരഹ ദുഃഖമാണ്. പിന്നെ കാമുകയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതും വിരഹ ദുഃഖമാണ്. ഒരാൾ മരിച്ചു പോകുന്നതും വിരഹ ദുഃഖമാണ്. അപ്പോൾ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ഏറ്റവും വലിയ ദുഃഖം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരഹ ദുഃഖം തന്നെയാണ്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ആളിൻ്റെ സാമീപ്യമില്ല. ഇവിടെ ഒന്നും കൂടെ മനസ്സിലാക്കുക, ഒരാൾ നമുക്ക് മരിച്ചുപോയി, ആ ദുഃഖത്തേക്കാൾ വലുതാണ് പ്രണയവിരഹം എന്നാണ് പറയുന്നത്. എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും അങ്ങനെയാണ് പറയുന്നത്. ഒരാൾ മരിച്ചുപോയി, ആ മരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖത്തേക്കാൾ വലുതാണ് പ്രണയവിരഹം കൊണ്ടുണ്ടാകുന്ന ദുഃഖം. കാരണം എന്തുകൊണ്ട്? ശ്രദ്ധിച്ചു കേട്ടോളണം. മരിച്ചു പോകുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞു ആ മനുഷ്യൻ ഈ ഭൂമിയിലില്ല, ഭൂമിയിൽ നിന്ന് പൊക്കളഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സങ്കടം തീരും. ഇതല്ല, പ്രണയവിരഹത്തിൽ അയാൾ ഭൂമിയിൽ നിന്ന് പോയിട്ടില്ല, അയാൾ ഈ ഭൂമിയിലുണ്ട്, നമുക്ക് കാണണം. മനസ്സിലായില്ലേ? ഒരുപക്ഷെ അയാൾക്ക് നമ്മളെ കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിലും വരാൻ പറ്റാത്തത് കൊണ്ടോ എന്തായാലും അയാളുടെ സാമീപ്യമുണ്ട്. അത് നമുക്ക് ഭയങ്കരമായ ദുഃഖം ഉണ്ടാക്കും. നമ്മൾ പറയത്തില്ല ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, അങ്ങ് പോയി, മരിച്ചു പോകുമ്പോൾ അതങ്ങ് പോയി. ഇതങ്ങനല്ല, മറ്റൊരിടത്ത് ആളുണ്ട്, ആ ആളുമായി നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും നമുക്കുണ്ടാകുന്ന ദുഃഖം ഈ മരണ ദുഃഖത്തേക്കാൾ വലുതാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം മരണ ദുഃഖത്തേക്കാൾ വലിയ ദുഃഖമാണ് വിരഹ ദുഃഖം. അതുകൊണ്ടാണല്ലോ പ്രണയവിരഹം വരുമ്പോൾ ചില സ്ത്രീകളോ പുരുഷനോ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്?
ഈ പ്രണയം കൊണ്ടുണ്ടാകുന്ന വിരഹം അത് താങ്ങാൻ പറ്റുന്നില്ല. അതിനേക്കാൾ നല്ലതാണ് മരണമെന്നവർ കരുതുന്നു. അപ്പോൾ എന്താ പറയുന്നത്? മരണത്തെ അവർക്ക് ഭയമില്ല, പക്ഷേ വിരഹ ദുഃഖത്തെ അവർക്ക് ഭയം. ഇവിടുത്തെ ഭയം എന്താണ്? താങ്ങാൻ പറ്റുന്നില്ല, എനിക്കിനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആ വേദന നീറുന്നു, ഇനി എനിക്ക് ജീവിതം പറ്റില്ല എന്ന ഭയം. ആ ഭയം മരണഭയത്തേക്കാൾ വലുതാണ്. മനസ്സിലായില്ലേ? മരണഭയത്തേക്കാൾ വലിയ വലുതാണ് തന്നെ പ്രണയിക്കുന്ന കാമുകനെ ഇനി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രണയിനി ഉപേക്ഷിച്ചു പോയാലോ, കാമുകൻ ഉപേക്ഷിച്ചു പോയാലോ, കാമുകി നീറി നീറി ഇരുന്നിട്ട് അവളല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്ക് മരണത്തെ പേടിക്കുന്നില്ല. അപ്പം മരണത്തേക്കാൾ വലിയ വേദന അല്ലെങ്കിൽ മരണത്തെ നേരിടുന്നതിനേക്കാൾ അവർ പേടിക്കുന്നത് വിരഹ ദുഃഖത്തെ നേരിടുന്നതിനാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? പേടിക്കുന്നത്. ഇവിടെ നമ്മുടെ രാധാറാണി ആ അവസ്ഥയിലാണെന്ന് തോഴി, മിടുക്കിയായ തോഴി കൃഷ്ണന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഏ കൃഷ്ണ, ആ വിരഹ ദുഃഖത്താൽ രാധ മെലിഞ്ഞുപോയി. എന്തുകൊണ്ട്? നമുക്ക് വിരഹ ദുഃഖം വരും അല്ലേ? നമുക്ക് നമ്മുടെ കാമുകൻ നമ്മളെ പിരിഞ്ഞു പോയാലോ ഉപേക്ഷിച്ചിട്ട് പോയാലോ അല്ലെങ്കിൽ അയാളൊന്ന് പിണങ്ങിയാൽ മതി, നമുക്ക് ആഹാരം ഇറങ്ങില്ല അന്നത്തെ ദിവസം. മനസ്സിലായ? നമുക്ക് ആഹാരം ഇറങ്ങില്ല, ഒന്നും കഴിക്കാൻ തോന്നത്തില്ല, നമുക്ക് കുളിക്കാൻ പോലും നമുക്ക് തോന്നത്തില്ല, എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കാനോ എവിടെയെങ്കിലും കിടക്കാനോ ഒക്കെ തോന്നും. ചൊവ്വേ നേരെ പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല, പ്രാർത്ഥിക്കുമ്പം പോലും നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ കാമുകൻ നമ്മളടുത്തുനിന്ന് മാറിയിരുന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ല. പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സെന്തായിരിക്കും? വല്ലാതെ അസ്വസ്ഥമായിരിക്കും, ആഹാരം നമുക്ക് ഇറങ്ങില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? മെലിഞ്ഞു പോകും. ഇവിടെ രാധാജിക്ക് ആ അവസ്ഥയാണ്. കൃഷ്ണനെ കാണുന്നില്ല. കൃഷ്ണ ഭഗവാനെ കാണാത്തത് കൊണ്ട് രാധാജിക്ക് ആഹാരം ഇറങ്ങുന്നില്ല, അന്നമിറങ്ങുന്നില്ല, ജലപാനം പോലും കഴിക്കണമെന്നില്ല, പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, ഒന്നിനും സാധിക്കുന്നില്ല. അപ്പം ആഹാരം കഴിക്കാന്നില്ല ഒരു കാര്യം, അതിൻ്റെ കൂടെ വിരഹ ദുഃഖവും. അപ്പം നമ്മുടെ മജ്ജ ഉരുകി 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 നമ്മൾ എന്ത് ചെയ്യുന്നു? മെലിഞ്ഞു പോകുന്നു. ഏ കൃഷ്ണ, നീ മനസ്സിലാക്കൂ, നിന്നെ കാണാത്തത് കൊണ്ട് ആഹാരം പോലും കഴിക്കാതെ രാധാറാണി മെലിഞ്ഞു മെലിഞ്ഞു വരികയാണ്. രാധാജിക്ക് ഉറക്കം പോലുമില്ല. അങ്ങനെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. രാധാജി കൃശഗാത്രയായി കഴിഞ്ഞു. ആ രാധാജിയുടെ ആരോഗ്യം എത്രമാത്രം ക്ഷയിച്ചു എന്ന് സഖി അതിമനോഹരമായ ഉപമയിലൂടെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? രാധാജിയുടെ ആരോഗ്യം എത്രമാത്രം ക്ഷയിച്ചു എന്ന് അതിമനോഹരമായ ഉപമയിലൂടെയാണ് പറയുന്നത്. രാധാജിയുടെ തോഴി പറയുന്നത് എന്താണ്? നോക്കൂ കൃഷ്ണ, നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന് മുത്തുമാല അണിഞ്ഞെന്നുള്ളത്, ആദ്യം അതെടുക്കാം. നോക്കൂ കൃഷ്ണ, രാധാജി മുത്തുമാല അണിഞ്ഞിരിക്കുകയാണ്. ആ മുത്തുമാല രാധാജിയുടെ മാറിടത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു. ഒരു മുത്തുമാല എന്ന് പറഞ്ഞാൽ അതിന് എന്താ ഭാരമുള്ളത്? ഒന്നുമില്ല. പക്ഷേ രാധാജിക്ക് ആ മുത്തുമാല പോലും താങ്ങാൻ പറ്റുന്നില്ല കൃഷ്ണ. അപ്പം രാധാജിയുടെ അവസ്ഥ നീ ആലോചിച്ച് നോക്കേ. ഇനി രണ്ടാമത്തെ അർത്ഥം, പണ്ഡിതന്മാർ പറയുന്നു രാധാജിയുടെ കഴുത്തിൽ കിടക്കുന്നത് താമരമാലയാണെന്ന്. അപ്പോഴും എടുക്കാം. ഒരു താമരയുടെ ഇതളെന്ന് പറഞ്ഞാൽ എന്തൊരു സോഫ്റ്റാണ്, എന്തൊരു മൃദുലമാണ്. അത്രയും മൃദുലമായ താമര ഇതളിന് പോലും താങ്ങാനുള്ള കഴിവ് രാധാജിയുടെ മാറിടത്തിനില്ല. കാരണം ആഹാരം കഴിക്കാതെ ഉറക്കമില്ലാതെ നിന്നെ ഓർത്തോർത്തോർത്ത് രാധാജി വല്ലാതെ മെലിഞ്ഞു പോയി. രാധാജിയുടെ ആരോഗ്യം ക്ഷയിച്ചു പോയി. തടിച്ച സ്ഥലങ്ങൾ മെലിഞ്ഞുപോയി. ആ മെലിഞ്ഞ സ്ഥലത്തിന് ഒരു താമരപ്പൂ പോലും, മൃദുലമായ താമരപ്പൂ പോലും അല്ലെങ്കിൽ മുത്തുമണികൾ പോലും താങ്ങാനുള്ള ശേഷിയില്ല. ഇനി ഇതിലി വലിയൊരു ഉപമ പറയാനില്ല. രാധാജിയുടെ ആരോഗ്യം എത്രമാത്രം ക്ഷയിച്ചു എന്ന് ബോധിപ്പിക്കാൻ ഇനി ഇതിനപ്പുറം ഒരു മാർഗമില്ല. അത്രയ്ക്ക് മിടുക്കിയാണ് ആരെന്ന് പറയുന്നത്? തോഴി. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ രാധാജിയുടെ പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെടും. ഒരു താമരമാല പോലും താങ്ങാനുള്ള കഴിവില്ല സ്ഥലത്തിന്.
മാറിടത്തിന്. അപ്പോൾ ഇനി എത്ര നാൾ ജീവിക്കും? കൃഷ്ണ, നിനക്ക് രാധാറാണി ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഓടി വരൂ, നിന്റെ പ്രണയം കൊടുക്കൂ, നിന്റെ പ്രണയമാകുന്ന ശ്വാസം രാധാജിയിലേക്ക് പകരൂ. നിന്റെ പ്രണയ ശ്വാസത്തിൽ മാത്രമേ ഇനി രാധാജി ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. ഇനി രാധാജിയെ രക്ഷിക്കാൻ കൃഷ്ണ നിന്റെ പ്രണയത്തിനും നിന്റെ ആലിംഗനത്തിനും നിന്റെ ചുടുചുംബനത്തിനും അതിലൂടെ ഉണ്ടാകുന്ന രതിഭാവത്തിനും അങ്ങനെ ഉടലുകൾ ഒന്നായി ആത്മാവ് ഒന്നായി മാറുന്ന ആ അവസ്ഥയ്ക്ക് മാത്രമേ കൃഷ്ണ രാധാജിയെ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് കൃഷ്ണ വരൂ, വരൂ കൃഷ്ണ. ശ്വാസം നിലച്ചു പോകുന്ന രാധാജിക്ക് നിന്റെ പ്രണയ ശ്വാസം നീ പകർന്നു കൊടുക്കൂ കൃഷ്ണ എന്നാണ് തോഴി കൃഷ്ണനോട് പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഒരു തോഴിക്ക് പറയാനായിട്ടുള്ളത്? ഇവിടെ ജയദേവ കവി വളരെ സൂക്ഷിച്ചാണ് കേശ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കം എന്ന അതാണ് അതിൻ്റെ മൂലധാതു സംസ്കൃതത്തിൽ. അതിൻ്റെ അർത്ഥം ഹാപ്പിനെസ്, സന്തോഷം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ കേശ എന്ന വാക്കിന് അതിന് വേറെ അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. കേശ എന്ന വാക്കിന് സംസ്കൃതത്തിൽ എല്ലാവർക്കും ആനന്ദം നൽകുന്നവൻ എന്നർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? കേശ എന്ന വാക്കിന് എല്ലാവർക്കും ആനന്ദം നൽകുന്നവൻ എന്ന അർത്ഥം സംസ്കൃതത്തിലുണ്ട്. കൃഷ്ണനാണ് എന്താണ്? ഹീസ് ദ കൺട്രോളർ ഓഫ് ഹാപ്പിനെസ്. ഈ പ്രപഞ്ചത്തിലെ സകല സന്തോഷത്തിൻ്റെയും നിയന്ത്രിക്കുന്ന ആള്, അതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ആരാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പൊ ഇനി കേശ എന്ന് പറഞ്ഞാൽ സകലവിധ സന്തോഷത്തിൻ്റെയും ഉറവിടമായിട്ടുള്ളവൻ, പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും സന്തോഷം പകരുന്നവൻ. ഇനി വാ, കേശവായിലെ വാ എന്ന് പറഞ്ഞാൽ അർത്ഥം അമൃത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ വളരെ ശ്രദ്ധിച്ചിട്ടോളണം. കേശം സന്തോഷം, വാ അമൃത്, സന്തോഷത്തിൽ നിന്നുണ്ടാകുന്ന അമൃത്. ഇവിടെ കേശവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താന്ന് പറയാൻ പോവാം. ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവൻ എന്ന് പറയുന്നതാണ് സന്തോഷം അഥവാ ഹാപ്പിനെസ്. അവളുടെ ആത്മാവ്, മനസ്സിലായില്ലേ? അവളുടെ ആത്മാവ് പ്രണയം കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് അമൃത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവൻ എന്ന് പറയുന്നതാണ് സന്തോഷം, അവളുടെ ആത്മാവെന്ന് പറയുന്നത് പ്രണയം. ആ പ്രണയം ഉണ്ടാകുമ്പോൾ അവളിൽ അമൃതുണ്ടാകും. അവളിൽ അമൃതെന്ന് പറഞ്ഞാൽ അമരത്വം നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? നിങ്ങൾ ശുദ്ധമായ പ്രണയം, ശരീരബന്ധങ്ങൾക്കപ്പുറമുള്ള അതിശുദ്ധമായ പ്രണയം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ കുണ്ഡലിനി ശക്തി ഉണരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കുണ്ഡലിനി ശക്തി ഉണർത്താൻ കാട്ടിൽ പോയിരുന്ന് തപസ് ചെയ്യണ്ട. അതിൻ്റെ എളുപ്പമാർഗമാണ് പ്രണയം. അതാണ് രാധാകൃഷ്ണ പ്രണയത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രാധാകൃഷ്ണ പ്രണയത്തിലൂടെ അറിയുന്നത് അതാണ് ഉജ്ജ്വലമായ പ്രണയം. ഉജ്ജ്വലമായ പ്രണയത്തിൻ്റെ തീഷ്ണതയിൽ ഉടലുകളെ തളർത്തി ഉടലുകൾക്കുള്ളിലിരിക്കുന്ന ഹൃദയത്തെ അമർത്തി ചുംബിച്ച് ആ ആത്മാവും ഈ ആത്മാവും ഉടലുകളെ തുരന്നുകൊണ്ട് ഒന്നാകുന്ന രതി, ആ രതിയിലാണ് അമൃതുണ്ടാകുന്നത്. അപ്പോഴാണ് കുണ്ഡലിനി ശക്തി ഉണരുന്നത്. ഇവിടെ അതാണ് കേശവ എന്നർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സന്തോഷം പകരുകയും പ്രണയത്തിൻ്റെ തീഷ്ണതയിൽ അവളെ രതിയുടെ മൂർധന്യത്തിലെത്തിച്ച് അവളിൽ അമൃത് ചൊരിയുന്നു എന്ന് പറഞ്ഞാൽ അവളിൽ കുണ്ഡലിനി ശക്തി ഉണർത്തിയിട്ട് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളോടുമുള്ള ആസക്തി മാറ്റി ഭഗവത് പദം പ്രാപിക്കാൻ യോഗ്യമാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും, ഗോപികമാരെ രതിക്രീഡയിലേക്ക് കൊണ്ടുപോയത്. മനസ്സിലായില്ലേ? ഗോപികമാരെ രതിക്രീഡയിലേക്ക് കൊണ്ടുപോയത് അവരിലുള്ള
സെക്സിനെ മാറ്റിയിട്ട് സൂപ്പർ സെക്സ് എന്ന് പറയും അതിനെ. സൂപ്പർ സെക്സ് എന്നാണ് അതിനെ ഓഷോ വിളിക്കുന്നത്. സൂപ്പർ സെക്സ്. രതി മാറ്റിയിട്ട് സൂപ്പർ രതിയിലേക്ക്. സൂപ്പർ രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളതിൻ്റെ പ്രശ്നം. പ്രണയത്തിൻ്റെ തീച്ചൂളയിൽ എനിക്ക് എൻ്റെ ഹൃദയം കൊണ്ട് നിൻ്റെ ഹൃദയത്തെ തൊടാൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ തടസ്സം ഉടലാണല്ലോ. അപ്പോൾ ഉടലുകളെ തലോടി 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 ചുംബിച്ച് 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 ആ ഉടലുകളെ തളർത്തുന്നു. ആ തളർത്തുന്ന ഉടലിലൂടെ അവളുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുന്നു. ഉജ്ജ്വലമായ രതി ആരംഭിക്കുന്നു. ആ രതിയിൽ അവളിൽ അമൃത് വർഷിക്കും, കുണ്ഡലിനി ശക്തി ഉണരും. അങ്ങനെ ഉണർത്തിയാണ് കൃഷ്ണൻ ഗോപികമാർക്ക് മോക്ഷം കൊടുത്തത്. അല്ലാതെ സാധാരണ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളൊരു സെക്സായി കരുതരുത്. അങ്ങനെ യുവതികൾക്ക് ഹാപ്പിനെസ്, സന്തോഷവും അതോടൊപ്പം അവരിൽ ശുദ്ധരതി പകർന്ന്, അതാണ് അമൃത് വർഷിക്കാൻ കഴിവുള്ളവൻ അവനാണ് കേശവൻ. മനസ്സിലായില്ലേ? അവനാണ് ആരെന്ന് പറയുന്നത്? കേശവൻ. ഓർമ്മിക്കുക, വൃന്ദാവനത്തിലെ സകല ഗോപികമാരുടെയും ലൈഫും സോൾ, അതായത് അവരുടെ ജീവിതവും ആത്മാവും എല്ലാം കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഇവിടെ കവി കൃഷ്ണനെ കേശവ എന്ന് വിളിക്കുന്നത്. അവസാനത്തെ വരി അങ്ങനല്ലേ? രാധിക തവ വിരഹേ കേശവ, കേശം സന്തോഷം, വാ അമൃത്. അപ്പോൾ എന്താണ് പറയുന്നത്? പ്രണയം കൊടുത്ത് സ്ത്രീക്ക് സന്തോഷം കൊടുത്ത് അവളിലെ രതിഭാവം ഉണർത്തി അവളിൽ സന്തോഷം നിറയ്ക്കുന്നവനെ നീ എന്തുകൊണ്ടാണ് രാധയുടെ അസന്തുഷ്ടി മാത്രം കാണാതെ പോകുന്നത്? ഇവിടെ രാധ അസന്തുഷ്ടിയായിരിക്കുകയാണ്. കേശവാ, കേശ സന്തോഷം നൽകുന്ന, രതിക്രീഡയിലൂടെ അമൃത് നൽകുന്ന കേശവ, നീ എന്തുകൊണ്ട് രാധാജിയുടെ ദുഃഖം കാണുന്നില്ല? രാധാജിയുടെ വിഷമം നീ കാണുന്നില്ല? അപ്പൊ ഈ പ്രപഞ്ചത്തിൽ സന്തോഷം പകരാൻ നിനക്കേ കഴിയൂ. അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടിയാണ് രാധാജിക്ക് വന്ന് ആ പ്രണയം കൊടുത്ത് നീ നിന്റെ കേശവൻ എന്ന പേരിനെ തികച്ചും അന്വർത്ഥമാക്കൂ. നിനക്കിപ്പോൾ കേശവൻ എന്ന പേര് ചേരില്ല. കാരണം പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ഹാപ്പിനെസ്, സന്തോഷവും കൊടുത്ത് അവരിൽ രതി ഉണർത്തി അമൃത് വർഷിക്കുന്നവനാണ് നീ. പക്ഷേ രാധാജിക്ക് അത് ചെയ്യാത്തപ്പോൾ ഒരാൾ ബാക്കി നിൽക്കുന്നു. അപ്പം രാധാജിയുടെ അടുക്കൽ ചെന്നു, രാധാജിക്ക് പ്രണയം കൊടുത്തു, രാധാജിയിൽ രതിഭാവം ഉണർത്തി, രാധാജിയിൽ അമൃത് വർഷിപ്പിച്ച് കഴിയുമ്പോൾ അപ്പോൾ മാത്രമേ കേശവൻ എന്ന പേരിന് നീ പൂർണ്ണ അർഹനാകൂ എന്ന ഒരു ഓർമ്മിപ്പിക്കലും കൂടി ആർക്കുണ്ട്? ഈ തോഴിക്ക് ഉണ്ട്. അത്ര ഉജ്ജ്വലയാണ് രാധാജിയുടെ തോഴി. അപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. ഇനി ഒരിക്കൽ കൂടി ഞാനത് പറയാം. സ്തനവിനിഹിത, സ്തനവിനിഹിത, മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അഭിഹാരമുദാരം, ആ മാല പോലും സാ മനുതേ ചിന്തിക്കുന്നു, കൃശതനു മെലിഞ്ഞുപോയി, അതിഭാരം. മനസ്സിലായ? അതായത് രാധാറാണിയുടെ തടിച്ച മാറിടങ്ങൾ പോലും മെലിഞ്ഞു പോയിട്ട് ആ മാറിടത്തിനൊരു താമര ഇതള് അല്ലെങ്കിൽ ഒരു മുത്തുമണി താങ്ങാനുള്ള ശേഷി പോലും ഇല്ലാതായി തീർന്നിരിക്കുന്നു രാധിക. ആ രാധികയുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ആ അവസ്ഥയിലെത്തിയത്? തവ വിരഹേ, നിന്നെ കാണാത്തത് കൊണ്ടാണ് കേശവ. അപ്പൊ കേശവ മനസ്സിലായല്ലോ. എന്താണ്? സന്തോഷവും പ്രണയത്തിൽ ഉജ്ജീവിപ്പിച്ച് രതിലീലയിലൂടെ അമൃത് വർഷിച്ചു കുണ്ഡലിനി ശക്തി ഉണർത്തുന്നവനുമായ നീ കേശവ, വേഗം വരൂ. രാധാജിയിൽ പ്രണയം വർഷിക്കൂ, രാധാജിയിൽ അമൃത് വർഷിക്കൂ, രാധാജിയെ ഉണർത്തൂ, രാധാജിയുടെ പ്രാണനെ രക്ഷിക്കൂ. ഇതാണ് തോഴി പറയുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഒരിക്കൽ കൂടി നമ്മുടെ സ്വപ്ന ടീച്ചർ അത് പാടിത്തരുന്നു. എന്നിട്ട് അടുത്ത ശ്ലോകവും പാടുന്നു. അത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. സ്തനവിനിഹിതമപി ഹാരമുദാരം സാമനുതേ കൃശ തനുരതിഭാരം രാധികാ കൃഷ്ണ തവ വിരഹേ കേശവ കേശവ.
राधिका कृष्णा तव विरहे केशवा केशवा सरसमसृणमपि मलयजपङ्गम् पश्यति विषमिव वपुषि सशङ्कम् राधिका कृष्णा तव विरहे केशवा केशवा राधिका कृष्णा तव विरहे केशवा केशवा. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ സ്വപ്ന ടീച്ചർ പാടിത്തന്നത് കേട്ടല്ലോ, ശ്രദ്ധിച്ചു കേട്ടോ. സരസ മസൃണ മഭി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം രാധിക തവ വിരഹേ കേശവ. അർത്ഥം എഴുതിക്കോ. സരസ, സരസ നനവുള്ള, സരസ നനവുള്ള. വെറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, WET. മസൃണമബി, മസൃണം മൃദുവായ, മസൃണമബി അർത്ഥം മൃദുവായ, സോഫ്റ്റ് മൃദുവായ. മലയച പങ്കം അതായത് ചന്ദനച്ചാറ് അല്ലെങ്കിൽ ചന്ദനക്കൂട്ട്. എന്തർത്ഥം വേണമെങ്കിലും ഒഴിക്കോ. ചന്ദനച്ചാറ്, മലയച പങ്കം. പശ്യതി, പശ്യതി കാണുന്നു, പശ്യതി കാണുന്നു. വപുഷ എന്ന് പറഞ്ഞാൽ വപുസ ആണ്. വപുഷ ശരീരം, വപുസ് ശരീരം. സശങ്കം, സശങ്കം സംശയത്തോടെ, സശങ്കം സംശയത്തോടെ കാണുന്നു. അപ്പോൾ ഒന്നും കൂടെ നോക്കേ. സരസ നനഞ്ഞു കിടക്കുന്ന, അസൃണം മൃദുവായ, അസൃണമഭി മലയജ പങ്കജം ചന്ദനച്ചാറു പോലും, നനവുള്ള ചന്ദനച്ചാറു പോലും. പശ്യതി എങ്ങനെ കാണുന്നു, വിഷമിവ വിഷമായി കാണുന്നു. വപുഷി മനസ്സിലായില്ലേ, തൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദനച്ചാറു പോലും വിഷമായി കാണുന്നു. സശങ്കം വിഷമാണെന്ന സംശയത്തോടുകൂടി നോക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സശങ്കം രാധിക തവ വിരഹേ കേശവ. മനസ്സിലായില്ലേ? അല്ലയോ അങ്ങനെ തോന്നിയത് രാധികയ്ക്കാണ് കേശവ, അത് നിന്നെ കാണാത്ത വിരഹം കൊണ്ടാണ്. ഇനി ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അല്ലയോ കൃഷ്ണ, അങ്ങയുടെ വിരഹത്താൽ രാധാജിക്ക് തൻ്റെ ദേഹത്തിൽ അണിഞ്ഞിരിക്കുന്ന മൃദുവും കോമളവുമായ ചന്ദനച്ചാറു പോലും വിഷമാണെന്ന സംശയത്തോടെയാണ് രാധാജി ചന്ദനത്തെ പോലും വീക്ഷിക്കുന്നത്. അതായത് പണ്ട് കാലത്ത് സ്ത്രീകൾ കുളിച്ചിട്ട് വന്ന് അവർ തലമുടി ഇങ്ങനെ പുകയ്ക്കുമായിരുന്നു ഇല്ലേ. അപ്പോൾ അത് തലമുടിക്ക് നല്ല അതിനകത്തുള്ള പേനോ അല്ലെങ്കിൽ താരനോ ഒക്കെ അന്നേരം വരത്തില്ല. അത് കൊണ്ടുവന്ന് നല്ലതുപോലെ എന്ത് ചെയ്യുമായിരുന്നു, പുകയ്ക്കും. അതാണ് ഏറ്റവും നല്ലത്. ഇന്നങ്ങനല്ല. അതിന് പകരം അത് ഓരോന്നൊക്കെ എടുത്ത് തലയ്ക്കകത്ത് തേച്ച് ഉള്ള മുടിയും കൊഴിയും. മുടിയെല്ലാം കൂടെ കൊഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പകുതി വെട്ടിയിട്ടിട്ട് ഇവിടം വരെ മുടിയാക്കി മുടി ബോംബ് ചെയ്യുന്നെന്ന് എന്തുവാണ് പറയുന്നത്. ഇവിടം വരെ മുടിയൊക്കെ വെട്ടിയിട്ടുകൊണ്ട് നടക്കും. പണ്ടങ്ങനല്ല. പണ്ട് കാലത്തെ സ്ത്രീകൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആ മുടി ഈ സുഗന്ധദ്രവ്യങ്ങൾ വസ്തുക്കൾ വെച്ചിട്ട് പുകയ്ക്കും. അങ്ങനെ പുകയ്ക്കുകയും കുളിച്ചിട്ട് വരുന്ന സ്ത്രീയുടെ ദേഹത്ത് ചന്ദനച്ചാറ് പുരട്ടുകയും ചെയ്യുമായിരുന്നു. മനസ്സിലല്ലേ? ചന്ദനച്ചാറ് ആഴ്ചയിൽ ഒരു ദിവസം മഞ്ഞളും തേച്ച് കുളിക്കാറുണ്ട് പണ്ട് സ്ത്രീകൾ. ചന്ദനച്ചാറ് തേക്കാറുണ്ട്. ആ ചന്ദനച്ചാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരമാണ് നമ്മൾ ഇന്ന് സ്പ്രേ അടിക്കുന്നത്. ദേഹത്തൊക്കെ നമ്മൾ സ്പ്രേ അടിക്കും. അവരെങ്ങനല്ല, ശുദ്ധമായ ചന്ദനച്ചാറ് അവർ പുരട്ടാറുണ്ട്. അപ്പോൾ ഈ ചന്ദനം
ഭയങ്കര തണുപ്പുള്ളതാണ് അല്ലേ? ചന്ദനം എപ്പോഴും നല്ല തണുപ്പുള്ളതാണ്, മൃദുലമാണ്. നമ്മൾ ചന്ദനം എടുത്ത് നെറ്റിയിലിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരാശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ചന്ദനം നെറ്റിയിലിട്ടാൽ അതിൻ്റെ തണുപ്പും അതിൻ്റെ സുഖവും കൊണ്ട് അത് മാറിക്കിട്ടും. അപ്പോൾ ഒരു തലവേദനയ്ക്ക് പോലും ഒരു സിദ്ധ ഔഷധമാണ് ആരെന്ന് പറയുന്നത് ചന്ദനച്ചാറ്. ആ ചന്ദനച്ചാറ് പോലും രാധാജിക്ക് താങ്ങാൻ പറ്റുന്നില്ല. രാധാജിയുടെ ശരീരത്തിന് ആ ചന്ദനച്ചാറ് പോലും താങ്ങാൻ പറ്റുന്നില്ല. ആ ചന്ദനത്തിൻ്റെ തണുപ്പ് പോലും താങ്ങാനുള്ള ശക്തി രാധാജിക്കില്ല എന്നാണ് പറയുന്നത്. അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പോൾ രാധാജിക്ക് പറയുന്നു, ഈ ചന്ദനച്ചാറെന്നും പറഞ്ഞ് എൻ്റെ ദേഹത്ത് പുരട്ടി തന്നത് ചന്ദനമാണോ അതോ വിഷമാണോ എന്ന് രാധാജി തോഴിമാരോട് ചോദിച്ചു തുടങ്ങി. കണ്ടോ, ലോകത്തേത് മനുഷ്യർക്കും വളരെയധികം സന്തോഷവും ആശ്വാസവും പകരുന്നതാണ് ചന്ദനം. പക്ഷേ ആ ചന്ദനച്ചാറ് ദേഹത്ത് പുരട്ടിക്കഴിഞ്ഞിട്ട് ആ ചന്ദനച്ചാറിൻ്റെ നനവ് അത് താങ്ങാനുള്ള കഴിവില്ല എൻ്റെ രാധാജിക്ക്. അപ്പോൾ രാധാജി ആ ചാറ് തേച്ചപ്പോൾ അസ്വസ്ഥയാകിയിട്ട് രാധാജി ചോദിക്കുകയാണ്, സഖിമാരെ, നിങ്ങൾ എൻ്റെ ദേഹത്ത് വിഷമങ്ങാണം തെറ്റിത്തേച്ചതാണോ? ഇപ്പം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മ എന്നെ പിടിച്ച് കിടത്തിയിട്ട് കണ്ണിൽ ഇളനീർ കുഴമ്പെന്നും പറഞ്ഞൊരു സാധനം ഒഴിച്ചു വരും. ഛൂ, എൻ്റെ അമ്മോ! ഞാൻ ആദ്യം അമ്മയുടെ ചോദിക്കരുത്, എന്തു അമ്മ മുളക് പൊടി കലക്കി ഒഴിക്കുന്ന? എണീറ്റ് ഓടും നമ്മൾ. ഭയങ്കര നീറ്റലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സുഖമാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ അമ്മ ഒഴിച്ചത് ഇളനീർ കുഴമ്പാണ്. അത് നമ്മുടെ കണ്ണിന് സുഖവും നല്ലതും തരുന്നതാണ്. പക്ഷെ അത് ഒഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും, എന്തു നിങ്ങൾ മുളക് കലക്കി എങ്ങാണോ ഒഴിച്ചിരിക്കുകയാണോ അമ്മയെന്ന് ചോദിക്കും. അതുപോലെ ചന്ദനച്ചാറ് ദേഹത്തിട്ടപ്പോൾ രാധാജി ചോദിക്കുകയാണ്, സഖിമാരെ, ഈ ചന്ദനത്തിന് പകരം നിങ്ങൾ വിഷമാണോ എൻ്റെ ദേഹത്ത് തേച്ചത്? അപ്പം ചന്ദനം പോലും വിഷമയമായ അവസ്ഥയിലേക്ക് നീങ്ങി. അപ്പോൾ തോഴി പറയുന്നത് ഇത്രയേ ഉള്ളൂ, കൃഷ്ണ, മനസ്സിലായില്ലേ? നിന്റെ അഭാവത്തിൽ ചന്ദനം പോലും വിഷമയമായി തീരുന്നു. ഇവിടെ മറ്റൊരു വലിയ ഗഹനമായ അർത്ഥം ജയദേവ കവി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? കൃഷ്ണ, നീ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് സുഖം തരുന്ന ഓരോ വസ്തുവും വിഷമാണ്. മനസ്സിലായില്ലേ? കൃഷ്ണനില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ, കൃഷ്ണസ്മരണ ഇല്ലെങ്കിൽ നമുക്ക് സുഖം തരുന്ന ഓരോ വസ്തുവും വിഷമയമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും വിഷമാണ്. എന്തുകൊണ്ട്? ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളാണ്. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളിലെ സുഖം, ഈ വസ്തുക്കളൊക്കെ നമുക്ക് ശാശ്വതമാണ്, എന്നും കിട്ടുമെന്ന് കരുതി നമ്മൾ അതിലേക്ക് തിരിയുന്നു. അപ്പം നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് ഉള്ള തടസ്സമാണ് ആരെന്ന് പറയുന്നത്? പ്രപഞ്ചത്തിലെ സുന്ദര വസ്തുക്കളെന്ന് പറയുന്നത്. ഈ സുഖങ്ങളിൽ മുഴുവൻ നമുക്ക് ആഗ്രഹം വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രപഞ്ചത്തെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് ഭഗവാനെ സ്നേഹിക്കാൻ രണ്ട് നേരമേ കണ്ടെത്തുന്നുള്ളൂ. ഒന്ന് രാവിലെ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുമ്പം, രണ്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുമ്പം, പിന്നെ വല്ലപ്പോഴും അമ്പലത്തിൽ ഒന്ന് പോകുമ്പോൾ. അല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭംഗിയിൽ ഇങ്ങനെ മുഴുകി കഴിയുകയാണ്. അപ്പോൾ ജയദേവ കവി പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ മുഴുകി കഴിയുന്ന സകലതും വിഷമയമാണ്. എങ്ങനെ? കൃഷ്ണസ്മരണ ഇല്ലെങ്കിൽ. ഇപ്പം നിങ്ങൾ കടപ്പുറത്ത് പോകാം, ആ കടലിൻ്റെ ഭംഗി ആസ്വദിക്കാം. പക്ഷെ അപ്പം നിങ്ങളുടെ സ്മരണയിൽ ഓടി വരണം, ഓ, ഈ കടലിലാണല്ലോ ഭഗവാൻ വിഷ്ണു കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെന്ന് ആ കടൽ വെള്ളത്തെ തൊട്ട് വന്നിക്കുന്നു, ഭഗവാനേ. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ നദിയിലും പർവ്വതങ്ങളിലും എല്ലാം ഹിന്ദുക്കൾ ദൈവത്തെ ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായ? നദികളിലും പർവ്വതങ്ങളിലും സകലത്തിലും ഹിന്ദുക്കൾ ദൈവത്തെ ആരോപിക്കും. മറ്റു മതസ്ഥർക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെ കാണുമ്പോഴും നിങ്ങൾക്ക് ഭഗവാന്റെ സ്മരണ ഉണ്ടാകണം.
നിങ്ങൾ കടപ്പുറത്ത് കാല് നനയ്ക്കാൻ പോകുമ്പോഴും ഇതെൻ്റെ വിഷ്ണു ഭഗവാനാണ്. ഒരു നദി ചെന്ന് കയറുമ്പോൾ ഗംഗാനദി പരമപവിത്രം, പമ്പാനദി പരമപവിത്രം, ഹിമാലയത്തെ കാണുമ്പോൾ അതും ഭഗവാനാണ്, കൈലാസം കാണുമ്പോൾ അത് ശിവനാണ്. അപ്പോൾ ഒരു പാറ കണ്ടാലും വെള്ളം കണ്ടാലും ഈശ്വര സ്മരണ ഉണർത്തണം. അങ്ങനെ ഉണർന്നില്ലെങ്കിൽ ഇതൊക്കെ വിഷമയമാണ്, ഭഗവാനിൽ നിന്ന് അകറ്റുന്നതാണ്. എഴയുന്ന പാമ്പിൽ പോലും ദൈവത്വം ആരോപിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾ. മനസ്സിലായ? പാമ്പ്, വിഷമുള്ള പാമ്പിൽ പോലും നമ്മൾ പറയും ദൈവമാണ്, അതിനെയും നമ്മൾ കൈയെടുത്ത് തൊഴുവും. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിലും ഹിന്ദുക്കൾ ദൈവത്തെ കാണുന്നു. അതുകൊണ്ടാണ് അവര് കല്ലും പാമ്പിനെയും നദിയെയും പർവ്വതത്തെയും ഒക്കെ ആരാധിക്കുന്നത്. അത് ആരാധിക്കുന്നത് ഇങ്ങനെ വലിയ ഒരു സംഗതി കിടക്കുന്നോണ്ടാ. ഇത് മനസ്സിലാകാത്ത മണ്ടന്മാര്, വിഡ്ഢികളാണ് പറയുന്നത് ഹിന്ദുക്കൾ കല്ലിനെ ആരാധിക്കും, മരത്തെ തൊഴുവെന്നൊക്കെ. ഈ മരത്തിൽ പോലും ദൈവത്തിൻ്റെ അംശമില്ലാതെ എങ്ങനെയാ മരം അനങ്ങുന്നത്? അല്ലേ? ബൈബിളിൽ പറയുന്നത് എന്താ? ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇല അനക്കുന്നത് വരെ ഭഗവാനാ. അപ്പം ആ ഇലയെ ബഹുമാനിച്ചൂടെ? ഭഗവാന്റെ കരസ്പർശം വരുന്നതല്ലേ? അത്രയേ ഉള്ളൂ ഹിന്ദുക്കൾ ചെയ്യുന്നത്. ഇവിടെ ഈ വരിയിലൂടെ ജയദേവ കവി പറയുന്നതും അത്ര മാത്രമാണ്. എന്താണ്? എൻ്റെ കൃഷ്ണ, നിന്റെ സ്മരണയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും വിഷമയമാണ്. നിന്റെ സ്മരണ ഉണ്ടെങ്കിലാകട്ടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അതീവ സുന്ദരമാണ്. അല്ലേ? നിങ്ങൾ കടപ്പുറത്ത് ചെന്ന് കഴിയുമ്പോൾ കൃഷ്ണസ്മരണ ഉണ്ടെങ്കിൽ പിന്നെ ആ കടപ്പുറം, ആ കടൽ കാണുന്നത് നിങ്ങൾക്കൊരു പുണ്യപ്രവർത്തിയാണ്. ആ കടലിനെ നിങ്ങൾ ബഹുമാനിക്കുന്നു. ഗംഗയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ സങ്കല്പമുണ്ട് നമുക്ക്. ഓ, ഗംഗാനദി, ഗംഗാമാതാവ് പരമപവിത്രമായി തൊട്ട് തൊഴുകുമ്പോൾ അത് സുഖമയമാണ്. അല്ലാതെ വെറും ഉള്ള വെള്ളം ഒഴുകി വരുന്നു എന്ന് കണ്ടാൽ അത് വിഷമയമാണ്. ഓരോ നിമിഷവും ഭഗവത് സ്മരണ ഉണ്ടാകും എന്ന് ഒരു ആന്തരാർത്ഥം ഇവിടെ എന്താണ് പിന്നെ ജയദേവ കവി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് പശ്യതി, ഇല്ലേ? ഇവിടെ എന്താ പറയുന്നത്? സരസമസൃണമഭി മലയജ പങ്കം പശ്യതി. ആ പശ്യതി എന്ന വാക്ക് ചേർക്കേണ്ടത് വപുഷി സശങ്കം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പശ്യതി സശങ്കം, ശങ്കയോടുകൂടി കാണുന്നു. അവിടെ ജയദേവ കവി മറ്റൊരർത്ഥവും കൂടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പശ്യതി സശങ്കം, അത് ഒന്നിച്ചു വായിച്ചാൽ സംശയദൃഷ്ടിയോടെ കാണുന്നു എന്ന് പറഞ്ഞാൽ രാധാജിയുടെ കണ്ണുകളുടെ മനോഹാരിതയാണ്. രാധാജിയുടെ കണ്ണുകൾ എപ്പോഴും ഒരിടത്ത് ഇങ്ങനെ തറച്ചു നിൽക്കത്തില്ല. ചില സമയത്ത് സൈഡിലോട്ട് ചലിക്കും, ചില സമയത്ത് മുകളിലേക്ക് ചലിക്കും, ചില സമയത്ത് താഴേക്ക് ചലിക്കും. മാൻപേടയെപ്പോലെ എപ്പോഴും ചലിക്കുന്ന കണ്ണുകളാണ് രാധാജിയുടേത്. അങ്ങനെ ഒരു ഉള്ളർത്ഥവും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അല്ലയോ ശ്രീകൃഷ്ണ, ലോകത്തെ സകല മനുഷ്യർക്കും സുഖവും ശീതളിമയും നൽകുന്ന ചന്ദനച്ചാറ് ദേഹത്ത് തേച്ചനൊക്കെ രാധാജിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. ആ ചന്ദനച്ചാറ് പോലും താങ്ങാൻ പറ്റുന്നില്ല. ചന്ദനത്തിൻ്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ പറ്റുന്നില്ല. തോഴിമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചന്ദനച്ചാറെന്ന് പറഞ്ഞ് വിഷമാണോ തേച്ചത്? അതിനെ ശങ്കയോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് കൃഷ്ണ, അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയിലിരിക്കുന്ന രാധാജിയുടെ അടുക്കലേക്ക് വരൂ, രാധാജിയെ ആലിംഗനം ചെയ്യൂ, രാധാജിയെ ചുംബിച്ചുണർത്തൂ, രാധാജിയെ സന്തോഷത്തിൻ്റെ പരമകോടിയിലേക്ക് എത്തിക്കൂ, രാധാജിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൂ കൃഷ്ണ. ഇതാണ് ഇവിടെ തോഴി ഉദ്ദേശിക്കുന്നത്. ഇനി ആ വരികളൊന്നും കൂടെ വായിക്കാം. സരസം നനവുള്ള, മസൃണ മൃദുവായ, മസൃണമഭി മലയജ പങ്കം ചന്ദനച്ചാറ്, പശ്യതി കാണുന്നു, വിഷമിവ വിഷം പോലെയാണ് രാധാജി കാണുന്നത്, വപുഷി തൻ്റെ ശരീരത്ത് തേച്ചത്, ചില ബുക്കി വപുസി എന്നും കിടക്കും, രണ്ടും ഒന്ന് തന്നെ, വപുഷി സശങ്കം സംശയത്തോടെ കാണുന്നു, രാധിക ആര് കാണുന്നു? രാധാറാണി, തവ വിരഹേ നിന്റെ വിരഹം മൂലമാണ് അങ്ങനെ കാണുന്നത് കേശവ. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ, നല്ലതുപോലെ മനസ്സിലായല്ലോ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. അമ്മമാരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. स्तनविनिहितमपि हारमुदारं सामनुते कृशतनुरदिभारं राधिका कृष्णा तव विरहे केशवा केशवा. राधिका कृष्णा तव विरहे केशवा केशवा. सरसमसृणमपि मलयजपङ्गम् पश्यति विषमिव वपुषि सशङ्कम्. राधिका कृष्णा तव विरहे केशवा केशवा. राधिका कृष्णा तव विरहे केशवा केशवा.